പാലക്കാട് ജില്ലയിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. കണ്ണാടിയിൽ 3 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മണ്ണിടിഞ്ഞ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ മരം വീണ് വാഹനം തകർന്നു. ഒറ്റപ്പാലത്ത് മനുഷ്യരിയിൽ 4 വൻമരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അട്ടപ്പാടിയിൽ മരം വീണ് വീട് തകർന്നിട്ടുണ്ട്. തിരുവേഗപ്പുറ നെടുങ്കോട്ടൂർ റോഡും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ ഇറക്കൽ, എന്താണ് പാലക്കാട്ടിലെ മഴവിശേഷങ്ങൾ? അരുൺ, പാലക്കാട് ഇടവിട്ട് ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കാറ്റും വളരെ ശക്തി ആർജിച്ച് ഇപ്പോൾ വീശുന്നുണ്ട്. ഇതിനെ തുടർന്ന് തന്നെ നിരവധി ഭാഗങ്ങളിലാണ് ഇപ്പോൾ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും അട്ടപ്പാടി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളും ഇപ്പോഴും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ മരം വീണ് ഒരു വീടും തകർന്നുണ്ട്. കാരാറ വലിയകത്ത് സണ്ണിയുടെ വീടാണ് തകർന്നത്. സണ്ണിയുടെ അമ്മ ഉൾപ്പെടെ ഈ വീടിനകത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ മരം വീണ് ഈ വീട് തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് പാലക്കാട് തിരുവേഗപ്പുറയിൽ നിന്നാണ്. തിരുവേഗപ്പുറ നെടുങ്കോട്ടൂർ അവിടെ ഒരു റോഡ് ഇടിഞ്ഞു താഴ്ന്നു വീണിട്ടുണ്ട്. പ്രദേശവാസിയായ പ്രശാന്തിന്റെ വീട്ടുവളപ്പിലേക്കാണ് ഈ റോഡ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഏതായാലും ആ മേഖലയിൽ ഇപ്പോൾ ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. കൈപ്പുറം വിളയൂർ റോഡിൽ മയിലാടി ഭാഗത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചെന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ പ്രാദേശിക ലേഖനായിട്ടുള്ള സമദ് ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല എടത്തനാട്ടുകരയിൽ ഓടുന്ന കാറിന്റെ മുകളിലേക്ക് മരക്കൊമ്പ് വീണൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഈ കാർ യാത്രികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പാലക്കാട് ഉള്ളത് ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള കിഴക്കേത്തോട് പാലവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇപ്പോൾ കിഴക്കേത്തോട് പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. വാഹനം ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ വഴിതിരിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പാലക്കാട് ജില്ലയിൽ കണ്ണാടിയിൽ അവിടെ 3 വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയുടെ പണികളുടെ ഭാഗമായി അവിടെ മണ്ണിട്ട് ഒരു ഭാഗം ഫില്ല് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കണ്ണാടി മേഖലയിലുള്ള 3 വീടുകൾ പങ്കുവയ്ക്കുന്നത്. പലയിടങ്ങളിലും ശക്തമായ മഴയാണ്, രൂക്ഷമായ മഴക്കെടുതിയാണ്. എന്തായാലും ആളപായമോ അങ്ങനെ കാര്യമായ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് നിന്നും.